ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വെളിപ്പെടുത്തുന്നവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. കർത്താവ് വെളിപ്പെടുത്തുന്നവനാണ്. തൻ്റെ സ്നേഹത്തിൽ അവൻ തൻ്റെ മക്കൾക്ക് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇരുട്ടിൽ കിടക്കുന്ന നിധികൾ വെളിപ്പെടുത്തുന്നു. വെളിപ്പെടുത്തുക എന്നാൽ മൂടുപടം നീക്കുക എന്നതാണ്. മൂടുപടം നീക്കിക്കഴിഞ്ഞാൽ ഒരിക്കൽ മറഞ്ഞിരുന്നത് ദൃശ്യമാകും. മറയ്ക്കപ്പെടുന്നതുവരെ മൂടിയിരിക്കുന്ന ഒരു പ്രതിമയെ പരിഗണിക്കുക. നിശ്ചിത സമയം വരുമ്പോൾ മൂടുപടം നീക്കി പ്രതിമ എല്ലാവർക്കും വെളിപ്പെടുത്തുന്നു. അതുപോലെ ഈ അന്ത്യനാളുകളിൽ തൻ്റെ ദാസന്മാർക്ക് തുടക്കം മുതൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ദൈവം തിരഞ്ഞെടുത്തു. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടപ്പോൾ കർത്താവ് അവന് അസാധാരണമായ ദർശനങ്ങൾ വെളിപ്പെടുത്തി. യേശുവിനെയും സഭയെയും സ്വർഗത്തെയും സാത്താനെയും നരകത്തെയും നിത്യതയെയും കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ. കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തലുകൾ നൽകും. അവൻ നിങ്ങൾക്ക് ജ്ഞാനവും അറിവും നൽകും. അവൻ വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ താമ്രവാതിലുകളെ തകർക്കും, ഇരുട്ടിന് നിക്ഷേപങ്ങളെയും മറഞ്ഞിരിക്കുന്ന സമ്പത്തുകളെയും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന്. ഇത് യെശയ്യാവ് 45-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ദാനിയേലിന്റെ ജീവിതവും ദൈവം അവന് വെളിപ്പെടുത്തിയ അനേകം രഹസ്യകാര്യങ്ങളും നോക്കൂ. നെബൂഖദ്നേസർ രാജാവിന്റെ സ്വപ്നം, അത് സ്വപ്നം കണ്ടയാൾക്ക് പോലും ഒരു രഹസ്യമായിരുന്നു. എന്നാൽ ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സ്വപ്നം മാത്രമല്ല അതിന്റെ അർത്ഥവും വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് ദാനിയേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞത്, അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് അറിവും നൽകുന്നു. അവൻ ആഴവും രഹസ്യവുമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു, വെളിച്ചം അവനിൽ വസിക്കുന്നു. ഇത് ദാനിയേൽ 2-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. മുൻകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ച കർത്താവ് ഇപ്പോൾ തന്റെ പുത്രനിലൂടെ നമ്മോട് സംസാരിക്കുന്നു. പൂർവകാലത്ത് പ്രവാചകന്മാർ വഴി പിതാക്കന്മാരോട് വിവിധ കാലങ്ങളിലും വിവിധ രീതികളിലും സംസാരിച്ച ദൈവം ഈ അന്ത്യകാലത്ത് തന്റെ പുത്രൻ വഴി നമ്മോട് സംസാരിക്കുന്നു എന്ന് എബ്രായർ 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ഞാൻ ചെയ്യാൻ പോകുന്നത് അബ്രഹാമിൽ നിന്ന് മറച്ചുവെക്കുമോ എന്ന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 17-ാം വാക്യത്തിൽ ചോദിക്കുന്നത് നമുക്ക് കാണാം. ഇത് പറഞ്ഞുകൊണ്ടാണ് അവൻ തന്റെ പദ്ധതികൾ അബ്രഹാമിന് വെളിപ്പെടുത്തിയതുപോലെ അവൻ തീർച്ചയായും നിങ്ങൾക്കും വെളിപ്പെടുത്തലുകൾ നൽകും. നിങ്ങളുടെ കുടുംബം, ശുശ്രൂഷ, സഭ എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ. ദൈവമക്കളെ, നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുക. അവൻ തന്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 15-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ശമൂവേൽ 21-22 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 18-ാം അധ്യായം 24 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.